ഹായ് ഗായ്സ്, ദേവദർശിനി. അപ്പോൾ ടീച്ചറെ കുറച്ച് മോട്ടിവേഷനെല്ലാം കിട്ടിയിട്ട് നമുക്ക് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പഠിക്കാനിരിക്കുകയാണ്. അപ്പം ഞാൻ പഠിക്കുന്നത് ഇന്ന് 5ാമത്തെ പാഠമായിട്ട് തെർമോഡൈനാമിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അതിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പഠിച്ച പോർഷനാണ് നമ്മൾ പഠിക്കുന്നത്. അത് 10 പ്രാവശ്യം എഴുതിയിട്ട് പഠിക്കണം എന്ന് ടീച്ചർ പറഞ്ഞ് നിർബന്ധമായിട്ട് അത് വരുന്നൊരു ക്വസ്റ്റ്യനാണ് പോലും. അപ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സി പി ആൻഡ് സി വി, ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ വി നൗ that Q is equal to C delta T, that QV is equal to CV delta T, QP is equal to CP delta T. ഈ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഡെൽറ്റ ടി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ പ്രഷറാണ്, ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്. എനിക്കറിയില്ല, അതിൻ്റെ ഇക്വേഷൻ എഴുതുക. ഡെൽറ്റ യു ഇതിൻ്റെ ബാക്കിയാണ്, ഓറാണ്, സീക്വൽ ടു സി വി ഡെൽറ്റ ടി, ഡെൽറ്റ എച്ച് സി പി ഡെൽറ്റ ടി. അപ്പം നമുക്കത് ആക്കണം. അത് കഴിഞ്ഞിട്ട് ഫോർ 1 mole ഓഫ് ഗ്യാസ്, അപ്പോൾ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ആർ ഡെൽറ്റ ടി. അത് കഴിഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് സി എന്ന് പറഞ്ഞ കപ്പാസിറ്റിയാണ്. ഡെൽറ്റ ടി സീക്വൽ ടു സി വി ഡെൽറ്റ ടി പ്ലസ് ആർ എ ടി dividing by delta t. അപ്പോൾ നമ്മൾ ഇത് സി പി ഡെൽറ്റ ടി ഡിവൈഡ് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു സി വി ഡെൽറ്റ ടി കൂട്ടണം ആറ് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വെട്ടിപ്പോവാൻ സാധ്യതയില്ലത്, ഇതും കോമൺ ആണ്, ഇതും കോമൺ ആണ്. അപ്പോൾ ഇതും പോവും, ഇതും പോവും, ഇതും ഒരേപോലെ തന്നെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? നമുക്ക് ഇതിനെ ഇക്വേഷനാക്കി മാറ്റാം. സി പി ഈസ് ഈക്വൽ ടു ഇത് സി വി സീക്വൽ ടു മൈനസ് ആണ്, പിന്നെ ആറില്ലത് 6. ഇതാണ് നമ്മൾ ഉത്തരം കിട്ടുന്നത്. താങ്ക് യു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.